ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം. ഉണരണം ഇനി ഉറങ്ങണം, ഭുജിച്ചിടണമശനം, പുണരേണം എന്നിവണ്ണം അണയും അനേക വികൽപ്പമാകയാൽ ആരുണരുവതുള്ളൊരു നിർവികാര രൂപം. ജീവിതം എന്നത് വലിയൊരു വൈരുദ്ധ്യമാണ്. ജീവിതത്തിന് എന്താണോ അനിവാര്യം അതെല്ലാം നാം പലപ്പോഴും പിന്തുടരുക. എന്തൊക്കെയാണോ അനാവശ്യങ്ങൾ അവയ്ക്ക് പിറകെ അനന്തമായ സഞ്ചാരങ്ങൾ നടത്തുകയും ചെയ്യും. പരിധി, പരിമിതി ഇവയെക്കുറിച്ച് നമുക്ക് ബോധ്യമില്ല. ലോകം വലിയൊരു ഭോജനശാലയായി മാറുന്നു. ഇന്ദ്രിയ രുചികൾക്ക് അറുതി വരുന്നുമില്ല. സാധാരണ മനുഷ്യർ എന്താണ് നിത്യവും അനുവർത്തിക്കുന്നത്? ഉണരുന്നു, ഉറങ്ങുന്നു, അതിനിടയിൽ അശനം ഭക്ഷണം കഴിക്കുന്നു, ഇണയോടൊത്ത് സമയം ചെലവഴിക്കുന്നു. ഇത്തരത്തിലുള്ള അനേകം വികല്പങ്ങളിൽ മനസ്സിനെ ചഞ്ചലമാക്കുന്ന താല്പര്യങ്ങളിൽ ആയുസ് തള്ളി നീക്കുന്നു. അതിനാൽ മറ്റൊന്നിനും നമുക്ക് സമയം ലഭിക്കുന്നില്ല. നമുക്കുള്ളിൽ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന നിർവികാര രൂപം, ശാശ്വതമായ ആത്മസത്യമുണ്ട്. ആരാണ് ആ സത്യത്തിലേക്ക് ഉണരുന്നത്? ആരാണ് ആ സത്യത്തെ അറിയാൻ ശ്രമിക്കുന്നത്? ചിന്തൂനാം നരജന്മ ദുർലഭം എന്നാണ് ശങ്കരാചാര്യരുടെ മൊഴി. നരനായി പിറക്കുക എന്നതൊരു അസുലഭ ഭാഗ്യമാണ്. ആ കരുണ ഭഗവാൻ നമ്മോട് കാണിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെ നാം മനസ്സിലാക്കുന്നില്ല. ജീവിതത്തിൻ്റെ വില അറിയുന്നില്ല. ലൗകികതകളിൽ ആസക്തരായി വാസനാബന്ധങ്ങളുമായി അലഞ്ഞു തീരുന്നു ജന്മം. ഒരു നിമിഷം ഇരുന്നൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ ജീവന്റെ വില. എന്നാൽ നമുക്ക് അതിനാകുന്നില്ല. സ്വന്തം ഹൃദയത്തിലേക്കൊന്ന് നോക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ ശബ്ദങ്ങൾക്ക് കാതോർക്കാനും സാധിക്കുന്നില്ല. ഏതൊക്കെയോ കാമനകൾക്ക് പിറകെയുള്ള ഒടുങ്ങാത്ത സഞ്ചാരമായി മാറ്റുന്നു ജീവനെ. രമണ മഹർഷി പറയുന്നു, ഹൂ ആം ഐ, ഞാൻ ആരാണ് എന്ന് ഇടയ്ക്കെങ്കിലും ചിന്തിക്കുക. കുറച്ച് വെളിച്ചം അണയാതിരിക്കില്ല. എന്നാൽ നമുക്കുണ്ടോ അതിനാകുന്നു? ഉണരുന്നത് തന്നെ ഭുജിക്കണം, പുണരണം, ഉറങ്ങണം എന്ന ചിന്തയിലാണ്. ഒടുവിലോ പൂന്താനം പറഞ്ഞതുപോലെ ചത്തുപോകുന്നു പാപം ശിവശിവ എന്നതാകുന്നു അവസ്ഥ. മരിച്ചു എന്ന് പോലും പറയാനാകില്ല. മൃഗജീവിതം നയിച്ചതിനാൽ ചത്തുപോകുന്നു പാപം എന്നത്രേ പൂന്താനം. ഇവിടെ ശ്രീനാരായണ ഗുരുദേവൻ ഏറ്റവും പരിതാപകരമായ മനുഷ്യാവസ്ഥയോടാണ് സംസാരിക്കുന്നത്. ഇങ്ങനെ പാഴാക്കാനുള്ളതല്ല ജീവിതം. നാം എല്ലാം മഹത്തരമായ ഒന്നിലേക്ക് എത്തേണ്ടവരാണ്. അത് നമുക്കുള്ളിൽ തന്നെയുണ്ട്. ലോകവിഷയങ്ങളാകുന്ന കുറ്റിയിൽ കെട്ടിക്കറങ്ങുന്ന പശുജന്മമാകാതെ ആത്മസ്വരൂപത്തിലേക്ക് ഉണരൂ എന്ന് ഗുരു ക്ഷണിക്കുന്നു.